നേരത്തെ സ്വിഗ്ഗി ജീവനക്കാരുടെയൊക്കെ സമരത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒരു വിഭാഗം സമരം നിർത്തിവെച്ചിരിക്കുകയാണ്. തൊഴിൽ മന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് അവർ ഒരു വിഭാഗം അത് നിർത്തി. പക്ഷേ കോഴിക്കോട്ട് ഇപ്പോഴും സമരം പുരോഗമിക്കുകയാണ്. അവർ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഉടനെ തന്നെ പിന്മാറുമെന്നൊരു വാർത്തയൊക്കെയാണ് നേരത്തെ വന്നത്. എന്തായാലും കോഴിക്കോട് ഭക്ഷണ വിതരണ ഓർഡറിന് ഹോട്ടലിലെത്തിയ സ്വിഗ്ഗി ജീവനക്കാരെ സമരക്കാർ തടഞ്ഞിരിക്കുകയാണ്. ജില്ലയിൽ ഭക്ഷണ വിതരണം അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. രാഹുൽ KV വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. രാഹുൽ, ഇവിടെ തലസ്ഥാനത്ത് മന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നു, ഒരു വിഭാഗം ആ സമരത്തിൽ നിന്ന് പിന്മാറുന്നു, മുന്നോട്ട് പോകുന്നു ജോലിയുമായി. ഇത് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലൊക്കെ കോഴിക്കോട്ട് സമരം തുടരുകയാണോ? എന്താണ് സംഭവിക്കുന്നത് അവിടെ? പക്ഷേ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് സംയുക്ത സമരസമിതി ഉള്ളത്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നഗരത്തിൽ KSRTCക്ക് ബസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ ഓർഡർ എടുക്കുന്നതിന് വേണ്ടി വന്ന ജീവനക്കാരനെ സമരക്കാർ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തത്സമയം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഇതേപോലെ തന്നെ ഓർഡർ സ്വീകരിക്കാൻ വന്ന മറ്റൊരു ജീവനക്കാരനെ തടഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും ആ തിരുവനന്തപുരത്തെ സമരം ഒത്തുതീർപ്പായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ വിധത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ല മാനേജ്മെന്റ്. നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിൽ സമരസമിതി ഉറച്ചു നിൽക്കുന്നുണ്ട്. സമരസമിതിയുടെ ജില്ലാ ചെയർമാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രതിഷേധത്തിൽ നേരിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ് ഓർഡർ എടുക്കുന്നതിന് വേണ്ടി വന്നതല്ലേ? സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാണോ? സമരം നമ്മൾ മുന്നോട്ട് പോകാനാണ്. സമരത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ കമ്പനി മാനേജ്മെന്റ് തന്നെ പ്രത്യേകം പൈസ കൊടുത്തിട്ട് പെട്രോളും മൊബൈലും വണ്ടിയും കൊടുത്തിട്ട് ഇറക്കി വിടുകയാണ്. അതായത് സമരത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാന്യമായിട്ടുള്ള വേതനത്തിന് പോരാടുന്ന തൊഴിലാളികളെ അത്രക്കും ഒരു ചൂഷണം ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് തരാതെ അത്തരം ഈ ആളെ വെച്ചിട്ട് നമ്മളെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് നമ്മൾ തയ്യാറല്ല. നാളെ നടക്കുന്ന ലേബർ ഓഫീസിൽ നടക്കുന്ന ആ ചർച്ചയിലാണ് നമ്മളെ വിശ്വാസം. അത് പ്രകാരം അവിടെ നിന്നുള്ള ചർച്ചയിൽ എല്ലാവരും കൂടെ ഒരു തീരുമാനമായിട്ട് നമ്മളിത് വേണമെങ്കിൽ അവിടുന്ന് പൂർണ്ണ ഒരു തീരുമാനം വരികയാണെങ്കിൽ നമ്മൾ ഈ സമരം പിൻവലിക്കാൻ തയ്യാറാണ്. നാളെ ലേബർ ഓഫീസുമായിട്ട് ചർച്ച? തീർച്ചയായിട്ടും നാളെ ലേബർ ഓഫീസിൽ നിന്ന് നമ്മളെ വിവരം അറിയിച്ചിട്ടുണ്ട്. 11 മണിക്ക് ലേബർ ഓഫീസിൽ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യത്താൽ നമ്മൾ ചർച്ച നടക്കുന്നുണ്ട്. അപ്പം അത് പ്രകാരം ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പം അവിടെ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു വേതന വ്യവസ്ഥകളൊക്കെ അവർ തരാം എന്ന് അവർ ഉറപ്പ് തരികയാണെങ്കിൽ നമ്മൾ ഈ കോഴിക്കോട് നടക്കുന്ന സമരം പൂർണ്ണമായും പിൻവലിക്കാൻ നമ്മൾ തിരുവനന്തപുരത്ത് സമരം പിൻവലിച്ചിട്ടുണ്ട്. 23 ചർച്ച എന്ന് നൽകിയാൽ മാത്രമേ കോഴിക്കോട്ട് സമരം പിൻവലിക്കൂ എന്നുള്ള കാര്യമാണ് അവിടെ സമരസമിതി നേതാവ് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത്.